ഹിസ്ബുള്ളയ്ക്ക് ഒരു ആശ്രയം IRGC ആണ് ഇറാനിലെ. ഇറാൻ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർ, ഇതാണ് IRGC. IRGC ഇറാൻ്റെ സൈന്യമല്ല. ഇറാനിലെ ആ ഖമൈനി ഉണ്ടല്ലോ, ഖമനേയ് എന്നും വായിക്കും. ഖമേനി എന്നാണ് ശരിയായ ഉച്ചാരണം എന്ന് തോന്നുന്നു. എന്തു വായിക്കോട്ടെ, ആ മനുഷ്യൻ വയസ്സായ അങ്ങേരുടെ സ്വകാര്യ സേനയാണ് IRGC. ഇറാൻ്റെ ഔദ്യോഗിക പട്ടാളമല്ല. ഇദ്ദേഹം ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണല്ലോ. ഭരിക്കുന്നത് വേറെ, പെഷസ്ക്യാൻ പ്രധാനമന്ത്രി, അത് ഭരണ സംവിധാനം വേറെയുണ്ട്. ഇദ്ദേഹം ഭരണത്തിനും അപ്പുറത്തെ ആളായിട്ട് ഇരിക്കുന്നു. ഇദ്ദേഹത്തിന് വലിയ നാണക്കേടായി ഈ ഹിസ്ബുള്ളയെ ഇങ്ങനെ അടിച്ച് പഞ്ചറാക്കിയത്. ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? അപ്പം ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇസ്രായേൽ അടുത്ത പ്രകോപനം, അത് കടുത്ത പ്രകോപനവുമായിരുന്നു. നെതന്യാഹു ഒരു 3 മിനിറ്റ് നീണ്ട പ്രസംഗം ഇറാൻ ജനതയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടത്തി. നമ്മൾ തമ്മിൽ യാതൊരു ശത്രുതയുമില്ല, നിങ്ങൾ താമസിയാതെ സ്വതന്ത്രരാകും, എന്തിനാണ് ഞങ്ങളുമായിട്ട് വഴക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു രാജ്യത്തെ ജനതയെ അഭിസംബോധന ചെയ്ത് വേറൊരു രാജ്യത്തിൻ്റെ തലവൻ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരിയെ വെറും ഊളയാക്കുന്ന സംസാരമാണത്. അത് ചെയ്തു നെതന്യാഹു ബോൾഡായിട്ട്. എന്ന് വെച്ചാൽ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ ഫോർ ദിസ് ഖമൈനി ഓർ പെഷസ്കിയാൻ ഹൂസോവെറിസ്, ഇവരൊക്കെ യൂസ്ലെസ് ആണ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് നാളെ സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണ്. ഇറാനാണെങ്കിൽ ആ ഒരു പേടിയുമുണ്ട്. ഇറാനിൽ ആഭ്യന്തര കലഹം വല്ലാതെയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഏറ്റവും അധികം തെരുവിലിറങ്ങുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇറാനാണ്. ഇന്ത്യയിലൊക്കെ അങ്ങനെ എപ്പോഴെങ്കിലും ഇരിക്കുമ്പോൾ വല്ലാതെയൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ത്രീകൾ തെരുവിലിറങ്ങും. അതാണല്ലോ നമ്മുടെയൊക്കെ അവസ്ഥ, എല്ലായിടത്തും അങ്ങനെയാണ്. ബട്ട് ഇറാനിൽ അങ്ങനെയല്ല, സ്ത്രീകളാണ് വിപ്ലവം നയിക്കുന്നത്. അതാണ് ഇറാൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഈ അട്ടിമറി ഏത് നിമിഷവും സംഭവിക്കും. പിന്നെ അതിന് അത്യാവശ്യം കുത്തിത്തിരിപ്പൊക്കെ നടത്താൻ അമേരിക്കയ്ക്ക് പ്രാപ്തിയുണ്ട് താനും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇറാൻ്റെ ഭരണകൂടം തന്നെ വിഷമിച്ചു പോകും. നാളെ തിരിച്ചടിക്കാൻ പറ്റില്ല, മാനം രക്ഷിക്കാനായിട്ട് തിരിച്ചടിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയിലെത്തി ഈ വൃദ്ധനായ ഖമേനി. അപ്പോൾ പിന്നെ ശരി, കുറേ മിസൈൽ കയ്യിലുണ്ടായിരുന്നു, വാരിക്കെട്ടി അങ്ങോട്ട് അയച്ചു. അതൊന്നും അവർക്ക് ഏൽക്കും എന്ന് ഇറാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഇത് അയച്ചു കഴിഞ്ഞിട്ട് ഇറാൻ പറഞ്ഞു, ഞങ്ങളുടെ പ്രതികാരം തീർന്നു, ഇനി ഞങ്ങളില്ല എന്ന് പറഞ്ഞു. ഈ പ്രതികാരം ചെയ്യാൻ പോയിട്ട് അമേരിക്കയുടെ പ്രതിരോധ സന്നാഹമുണ്ടല്ലോ, മിസൈലുകൾ തടയുന്ന രീതി, അതിനെയാണ് അയൺ ഡോം എന്ന് ആൾക്കാർ വിളിക്കുന്നത്. അയൺ ഡോം ചെറിയ രാജ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നൊരു ടെക്നോളജിയാണ് അയൺ ഡോം. അത് മൊത്തം രാജ്യത്തിനൊരു കുട പോലെ എന്നൊക്കെ അങ്ങനെയൊന്നുമല്ല. അത് ചെറിയൊരു സ്ഥലത്ത് നിങ്ങൾക്ക് വരുന്ന മിസൈൽസിന് ആൻറ്റി മിസൈൽ അയച്ച് തകർത്ത് കളയുക. ഇപ്പോൾ ഇസ്രായേലിന് ആരോ 1, ആരോ 2, ആരോ 3, പിന്നെ ഡേവിഡ് സ്ലിംഗ് എന്ന് പറയും. ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഈ ദാവീദും ഗോലിയാത്തും ഉണ്ടല്ലോ, അതിൽ ഈ കാറ്റാപുൾട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ കല്ല് വെച്ച് അടിക്കുന്നത്. അപ്പോൾ അത്ര പോയിൻ്റഡായിട്ട് ആ പേര് ഇസ്രായേൽ എടുത്തിട്ട് ഡേവിഡ് സ്ലിംഗ് എന്ന് പറഞ്ഞിട്ട്, ഇതെല്ലാം മിസൈലുകളാണ്. അവരുടെ പഴയ പാട്രിയറ്റ് അതിപ്പോഴും ഉണ്ട്. അതും ഒരു മിസൈലിൻ്റെ കൗണ്ടർ മിസൈലാണ് പാട്രിയറ്റ്. പാട്രിയറ്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്താണ് ഈ രീതിയിലേക്ക് അവർ വന്നത്. ഈ വിഖ്യാതമായ അയൺ ഡോം ഉണ്ടാക്കിയത് ഇസ്രായേലും ഫ്രാൻസും ചേർന്നിട്ടാണ്. ഫ്രാൻസിലെ നമ്മുടെ റഫാൽ കമ്പനി ഉണ്ടല്ലോ, അവരാണ് മേജർ മാനുഫാക്ചറേഴ്സ് ഓഫ് അയൺ ഡോം. അപ്പോൾ ഇസ്രായേലിൻ്റെ ആവശ്യം മനസ്സിലാക്കി ഇസ്രായേലിൻ്റെയും കൂടെ കോൺട്രിബ്യൂഷൻ എടുത്ത് അല്പം അമേരിക്കൻ സഹായവും ചേർത്താണ് അയൺ ഡോം ഉണ്ടാക്കുന്നത്. പിന്നെ അയൺ ഡോമിൽ അവർ നിന്നില്ല. അയൺ ഡോം കഴിഞ്ഞിട്ട് ഡേവിഡ് സ്ലിംഗ് ഉണ്ടാക്കി, അതിനും പൊക്കത്തിൽ ആരോ 1, ആരോ 2, ആരോ 3 എന്നുള്ള സംവിധാനം. ഇത് ചെയ്യുന്നത് ബേസിക്കലി ഡിസ്റ്റൻസ് അനുസരിച്ചാണ്. ഒരു മിസൈൽ എവിടെ നിന്നെങ്കിലും പുറപ്പെട്ടാൽ 250 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ സ്ട്രൈക്ക് ചെയ്യും. അത് കൊണ്ടില്ലെങ്കിൽ 300-ൽ അടുത്തത് സ്ട്രൈക്ക് ചെയ്യും. അത് കൊണ്ടില്ലെങ്കിൽ 320-ൽ അടുത്തത് സ്ട്രൈക്ക് ചെയ്യും. 325-ൽ, 328-ൽ, 330-ൽ ഇത് തീരും.
അതാണ് ആരോ 1, ആരോ 2, ആരോ 3, ഡേവിഡ് സ്ലിംഗ്, അയൺഡോം. അങ്ങനെയാണ് തകർക്കുന്നത്. അപ്പോൾ നമ്മളത് ആകാശത്ത് കണ്ടതാണ്. തൃശ്ശൂർ പൂരം പോലെ ഇങ്ങനെ മിസൈലുകൾ പോവുകയും അവിടെ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നത്. 2 മിസൈൽ ഇസ്രായേലിൽ വീണ് കേട്ടോ. അത് അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യേണ്ടതെന്ന്, കാരണം വിജനമായ സ്ഥലത്താണത് വീഴാൻ പോകുന്നത്, അത് വീണ് തീർക്കട്ടെ. അതിനു വേണ്ടി നമ്മുടെ ഒരു ആൻറ്റി മിസൈൽ കളയേണ്ട കാര്യമില്ല. പിന്നെ ഒരു മിസൈൽ പൊട്ടിയ കഷ്ണം വീണ് ഒരാൾ മരിച്ചു ഇസ്രായേലിൽ. അതൊരു ഗാസക്കാരനാണ്, പാവം. അവൻ്റെ തലയിലാണത് വീണത്. എന്ത് ചെയ്യാൻ പറ്റും? ഒരു കഷ്ണം വീണത്. ഇതിനിടയ്ക്ക് ഹമാസ് ഒരു ഭീകരാക്രമണം നടത്തി ഇസ്രായേലിൽ. അതിൽ 4 or 8 പേര് കൊല്ലപ്പെട്ടു. വെടിവെപ്പ് നടത്തിയിട്ട് വെടികൊണ്ട് മരിച്ചതാണ്. ദിസ് വാസ് ദ തിങ്.